മാറാവ്യാധികളും രോഗപീഠകളും മാറുവാൻ ദൂരെ ദിക്കുകളിൽ നിന്നു പോലും വിശ്വാസികൾ തേടിയെത്തുന്ന ഒരു ഈശ്വര സന്നിധി. അത്യപൂർവമായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള ഒരിടം. ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ട്. കേരളത്തിന്റെ വടക്കൻ ജില്ലയായ കണ്ണൂരിലാണ് ഇങ്ങനെയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഏതെന്നും ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യ കഥകളും ഇതിന്റെ പ്രത്യേകതകളും ഒക്കെ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിന് സമീപം സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരങ്ങാട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമാണിത്. തങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥന ശ്രവിച്ച് അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്ന വൈദ്യനാഥനായി ശിവനെയാണ് ആരാധിച്ചു പോകുന്നത്. കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദീർഘമായ കഥകളും വിശ്വാസങ്ങളും കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിന് പിന്നിലുണ്ട്. കാഞ്ഞിരങ്ങാട് എന്ന പേര് എങ്ങനെ വന്നു എന്നതു മുതൽ വൈദ്യനാഥനായ ശിവന്റെ പ്രതിഷ്ഠ വരെയുള്ള ഒരുപാട് കഥകൾ. ത്വക്ക് രോഗത്തിന് പ്രതിവിധി കണ്ടെത്താൻ 12 ആദിത്യന്മാരിൽ ഒരാൾ ക്ഷേത്രത്തിലെ വിഗ്രഹപൂജ നടത്തിയെന്നാണ് ഒരു വിശ്വാസം. മറ്റു ചില വായ്മൊഴികൾ അനുസരിച്ച് ചോള രാജാവായ ശതസോമൻ അന്തർജനങ്ങൾക്ക് ഭജനമിരിക്കുവാനായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശതസോമൻ തന്നെ ഈ ക്ഷേത്രം കശ്യപ ഗോത്രന്മാർക്കായി ദാനം നൽകുകയും ചെയ്തുവത്രേ. പ്രാചീന കാലത്ത് കരസ്കാരണ്യ എന്നും ഈ ക്ഷേത്രം വിളിക്കപ്പെട്ടിട്ടുണ്ടത്രേ. 8-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചെല്ലൂർ നവോദയം ചെമ്പിലും ഈ ക്ഷേത്രത്തെ പരാമർശിക്കുന്നതിനാൽ അതിനു മുൻപ് തന്നെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പ്രശസ്തമായ കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിനു പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. പണ്ട് കാലത്ത് ഈ പ്രദേശത്തെ കാട്ടിൽ കാരസ്കരൻ എന്ന ഒരു അസുരൻ വസിച്ചിരുന്നു. ബ്രഹ്മാസുരന്റെ പുത്രനായ ഈ അസുരൻ എല്ലാവർക്കും വലിയ ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയൊരിക്കൽ ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ പരശുരാമൻ കൊടും കാടിനുള്ളിൽ കടന്ന് ഈ അസുരനെ വകവരുത്തി. അതിനുശേഷം കാട്ടിലൂടെ നടന്ന പരശുരാമൻ വളരെ അവിചാരിതമായി അവിടെ ഒരു ശിവലിംഗം കണ്ടു. ആ ശിവലിംഗത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ചെയ്ത പരശുരാമന് മുന്നിൽ നാരദ മഹർഷി എത്തുകയുണ്ടായി. അദ്ദേഹം വഴി പരശുരാമൻ ആ ശിവലിംഗത്തിന്റെ കഥ കേട്ടു. അത് ഇപ്രകാരമാണ്. പണ്ട്, വളരെ പണ്ട്, എന്തോ വിഷബാധയാൽ സൂര്യന് തന്റെ തേജസ് നഷ്ടമായി. ഇതിൽ ദുഃഖിതനായ സൂര്യൻ ഒരു പരിഹാരം തേടി അലഞ്ഞു. അപ്പോൾ ഗരുഡൻ അദ്ദേഹത്തിന് മുന്നിലെത്തി ഒരു ശിവലിംഗത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു. അത് ഇപ്രകാരമാണ്. പാലായി മദന സമയത്ത് പുറത്തു വന്ന കാളകൂട വിഷം നമ്മുടെ ലോകത്തെ ബാധിക്കാതിരിക്കാനായി ശിവൻ കഴിച്ച കഥ നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ. അതിൽ നിന്നും പുറത്തു കടക്കുവാൻ ശിവൻ തന്റെ വൈദ്യനാഥ ലിംഗം എന്ന ഒരാത്മലിംഗം സ്ഥാപിച്ച് പാർവതിയോടൊപ്പം അതിൽ പൂജ നടത്തി രോഗവിമുക്തി നേടിയത്രേ. ഗരുഡനിൽ നിന്നും ഈ കഥയറിഞ്ഞ സൂര്യൻ ശിവനെ കണ്ട് തന്റെ അവസ്ഥയറിയിച്ച് ശിവന്റെ കൈവശമുള്ള ആ വൈദ്യനാഥ ലിംഗവും വഴി പ്രാർത്ഥിച്ച് രോഗമുക്തി നേടുവാൻ പോയി. അങ്ങനെ ശിവനിൽ നിന്നും വൈദ്യനാഥ ആത്മലിംഗം മേടിച്ച് സൂര്യൻ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിച്ച ഇടമാണത്രേ ഇന്നത്തെ കാഞ്ഞിരങ്ങാട് ക്ഷേത്രം. സൂര്യദേവൻ പ്രതിഷ്ഠിച്ചു പൂജിച്ച ശിവലിംഗമാണ് ഇവിടെയുള്ളത് എന്നാണ് വിശ്വാസം. ഇതാണ് വളരെ പ്രശസ്തമായ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യ കഥ. അതുകൊണ്ടു തന്നെ ഈ ക്ഷേത്രത്തിൽ വന്നു വൈദ്യനാഥനായ ശിവനോട് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ അകലും എന്നാണ് വിശ്വാസം. കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ശിവന് ക്ഷീരധാരയും ജലധാരയും വഴിപാടായി നൽകി ക്ഷേത്രത്തിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഭജനയിരുന്നാൽ കണ്ണുകളുടെ രോഗവും ത്വക്കുരോഗവും നിശേഷം മാറുമെന്നാണ് ഇവിടുള്ളവർ വിശ്വസിക്കപ്പെടുന്നത്. ഏത് രോഗമായാലും വൈദ്യനാഥനോട് പ്രാർത്ഥിച്ചാൽ മാറുമെന്നാണത്രേ വിശ്വാസം.
ഈ ക്ഷേത്രത്തിന്റെ ദർശന സമയം രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ഒപ്പം വൈകിട്ട് 5 മുതൽ രാത്രി 8 മണി വരെയുമാണ്. വിശ്വാസികൾക്ക് ഈ സമയത്ത് ക്ഷേത്ര ദർശനം നടത്താം. എല്ലാ ദിവസവും ഈ സമയങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിലും ഈ ക്ഷേത്ര ദർശനത്തിന് വരുവാൻ ഏറ്റവും യോജിച്ച ദിവസം ഞായറാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പല വിശ്വാസങ്ങളുമുണ്ട്. സൂര്യശോഭ കൂടിയുള്ള ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ വൈദ്യനാഥന് സൂര്യ തേജസ് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ ഇവിടെ വരുന്നതിനാണ് വിശ്വാസികൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ക്ഷേത്രവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മഹനീയമായ ദിവസങ്ങളിലൊന്നാണ് ആറുഞായർ. മലയാള മാസം 6-ാം തീയതി ഞായറാഴ്ച വരുവാണെങ്കിൽ അതാണത്രേ ഇവിടെ വൈദ്യനാഥനെ കാണുവാനായി വരുവാൻ ഏറ്റവും മഹനീയമായ ദിവസം. ഈ ദിവസമാണ് ക്ഷേത്രത്തിലെ ദൈവപ്രതിഷ്ഠ നടന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശിവനെ വൈദ്യനാഥനായി സങ്കല്പിച്ച് ആരാധിക്കപ്പെടുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരങ്ങാട് ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ മറ്റൊരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.